So we are going to learn in this video peroxide effect or Karash effect. Peroxide effect അല്ലെങ്കിൽ Karash effect അല്ലെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോവ്സ് അഡിഷൻ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കോണിക്കോവ്സ് അഡിഷൻ പഠിച്ചായിരുന്നു. ആ മാർക്കോണിക്കോവ്സ് അഡിഷൻ പഠിച്ചതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇനി പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ് പഠിക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു റിയാക്ഷൻ പരിചയപ്പെടാം. ഫോർ എക്സാമ്പിൾ, വി ആർ കൺസിഡറിംഗ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ പ്രൊപ്പീൻ ആൻഡ് ഹൈഡ്രജൻ ബ്രോമൈഡ്. പ്രൊപ്പീൻ CH3 CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ദിസ് ഈസ് പ്രൊപ്പീൻ. ഇതൊരു ആൽക്കീനാണ്. ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കീൻ കൂടിയാണ് അല്ലേ? വൈ ഇറ്റ് ഈസ് അൺസിമെട്രിക്കൽ? ബിക്കോസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഡബിൾ ബോണ്ട് വി ഹാവ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ CH2 ആണ്, ഇവിടെയാണെങ്കിൽ CH3 ആണ്. അതുകൊണ്ട് ഇത് അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. ഇതുമായിട്ട് HBr റിയാക്ട് ചെയ്യുന്നു. HBr, ഓക്കെ. ഇവിടെ അഡിഷൻ റിയാക്ഷനാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഈ അഡിഷൻ റിയാക്ഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. അഡിഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ HBrലെ ഹൈഡ്രജനും ബ്രോമിനും ഈ ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. ഡബിൾ ബോണ്ട് മാറി അവിടെ സിംഗിൾ ബോണ്ട് ആകുന്നു. ഓരോ കാർബൺ ആറ്റത്തിലേക്ക് ഹൈഡ്രജനും ബ്രോമിനും ആഡ് ചെയ്യപ്പെടുന്നു അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാകാം. ഒരു വേ എന്ന് പറയുന്നത് ഓക്കെ ഇങ്ങനെയാണ്. നോക്കിയോളൂ. CH3 CH സിംഗിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആയിരിക്കുന്നു. ഇനി ഓരോ കാർബൺ ആറ്റത്തിലേക്ക് ഹൈഡ്രജനും ബ്രോമിനുമാണ് ആഡ് ചെയ്യപ്പെടുന്നത് അല്ലേ? ഈ കാർബൺ ആറ്റത്തിൽ ഹൈഡ്രജനും ഓക്കെ ഈ കാർബൺ ആറ്റത്തിൽ ബ്രോമിനുമാണെന്ന് സങ്കല്പിക്കുക അല്ല, അതായത് ഒരു പോസിബിലിറ്റി. മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, CH3 CH സിംഗിൾ ബോണ്ട് CH2. എന്നാൽ ഈ മിഡിൽ കാർബൺ ആറ്റത്തിൽ ബ്രോമിനും ഈ കാർബൺ ആറ്റത്തിൽ ഹൈഡ്രജനുമാണ് എന്ന് കരുതുക. അങ്ങനെ രണ്ട് പ്രോഡക്റ്റുകൾക്കാണ് ഇവിടെ സാധ്യതയുള്ളത് അല്ലേ? അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചിരുന്നു. ഈ പ്രോഡക്റ്റ് അതായത് ബ്രോമിൻ, നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡമാണ് ബ്രോമിൻ. ഇവിടുത്തെ HBrലെ നെഗറ്റീവ് പാർട്ടാണ് ബ്രോമിൻ അല്ലേ? നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം വിൽ ആഡ് ടു ദാറ്റ് കാർബൺ ആറ്റം ബിയറിംഗ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഇതാണ് മാർക്കോണിക്കോവ്സ് അഡിഷൻ. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ, അതായത് താഴെ കിടക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് എന്ത് വിളിക്കാം? മാർക്കോണിക്കോവ്സ് പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. മാർക്കോണിക്കോവ്സ് പ്രോഡക്റ്റ്, ഇതാണ് മാർക്കോണിക്കോവ്സ് പ്രോഡക്റ്റ് അല്ലേ? എന്നാൽ ഇവിടെയുള്ള പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം അഥവാ ബ്രോമിൻ പോയിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് നോക്കിക്കേ. ദ കാർബൺ ആറ്റം ബിയറിംഗ് മാക്സിമം നമ്പർ ഓഫ് ഹൈഡ്രജൻ ആണ് അല്ലെ? 2 ഹൈഡ്രജനുള്ള കാർബൺ ആറ്റത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഡബിൾ ബോണ്ടിൻ്റെ ഇരുവശവുമുള്ള കാർബൺ ആറ്റങ്ങളിൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇരിക്കുന്നത്, ഹൈഡ്രജൻ ആറ്റം ഇരിക്കുന്നത് ഈ കാർബണിലാണ്. അങ്ങോട്ടാണ് ബ്രോമിൻ പോയിരിക്കുന്നത്. അതായത് നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം പോയിരിക്കുന്നത് ഇവിടെയാണ്. അത് മാർക്കോണിക്കോവ്സ് റൂളിന് എതിരാണ്. എപ്പോഴാണെന്നറിയാമോ ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്? ഈ റിയാക്ഷനിൽ നമ്മളൊരു പെറോക്സൈഡ് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, ഓക്കെ, ഈ റിയാക്ഷനകത്തോട്ട് പെറോക്സൈഡ് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അത് തരുന്നത്. ഈ പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ മാർക്കോണിക്കോവ്സ് പ്രോഡക്റ്റ് എന്ന് വിളിച്ചാൽ ഇതിനെ എന്താണ് നമുക്ക് വിളിക്കാൻ കഴിയുന്നത്? ആൻറ്റി മാർക്കോണിക്കോവ്സ് പ്രോഡക്റ്റ് എന്ന് വിളിക്കാം അല്ലേ? ആൻറ്റി മാർക്കോണിക്കോവ്സ് പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. സോ ആൻറ്റി മാർക്കോണിക്കോവ്സ് പ്രോഡക്റ്റ് ഈസ് ഫോംഡ് വെൻ ദ പെറോക്സൈഡ് ഈസ് ആൾസോ യൂസ്ഡ് ഇൻ ദ റിയാക്ഷൻ അല്ലേ? അപ്പം ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനും ഹൈഡ്രജൻ ബ്രോമോയിഡും കൂടെ റിയാക്ട് ചെയ്യുന്നു. എപ്പോൾ? ഒരു പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ we will get anti-Markovnikov's product. It means that the negative part of the addendum will go to that carbon bearing maximum number of hydrogens. ഇനി പെറോക്സൈഡ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ we will get a Markovnikov's product also. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു റൂൾ നമുക്ക് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ റൂൾ എന്ന് പറയുന്നത് ഇതാണ്. The phenomenon of anti-Markovnikov's addition
of HBr to unsymmetrical alkene in the presence of a peroxide is called peroxide effect or Karash effect. Okay. അപ്പോൾ പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കരാഷ് എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോപ്സ് റൂൾ ഉപയോഗപ്പെടുന്നത് എപ്പോഴാണ്? ഹൈഡ്രജൻ ബ്രോമൈഡ് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോഴാണ്. എന്തിൻ്റെ പ്രസൻസിൽ? ഒരു പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യപ്പെടുമ്പോഴാണ്. അതായത് ബ്രോമിൻ ആറ്റം ഓഫ് HBr will add to the carbon atom bearing maximum number of hydrogen atom, that is against the Markovnikov's rule. So it is following anti-Markovnikov's rule. Okay. So this is called a peroxide effect or Karash effect. അപ്പോൾ ഈ പെറോക്സൈഡ് എഫക്റ്റ് ഇവിടെ സംഭവിച്ചത് നമ്മൾ ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ ബ്രോമൈഡിനെ ആഡ് ചെയ്തപ്പോഴാണ്. ഈ ഹൈഡ്രജൻ ബ്രോമൈഡിന് പകരം നമ്മൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ക്ലോറൈഡോ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയഡോയിഡോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ ദീസ് കേസസ്, ഇങ്ങനെയുള്ള കേസുകളിൽ പെറോക്സൈഡ് എഫക്റ്റ് കാണില്ല. ആൻറ്റി മാർക്കോണിക്കോപ്സ് പ്രൊഡക്റ്റ് ഫോം ചെയ്യില്ല. നോ പെറോക്സൈഡ് എഫക്റ്റ് ഇൻ ദീസ് കേസസ്. ഓക്കെ. ഏത് കേസിലാണ്? ഈ കേസുകളിലൊന്നും പെറോക്സൈഡ് എഫക്റ്റ് കാണില്ല. അപ്പോൾ പെറോക്സൈഡ് എഫക്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ്? വെൻ വി ആർ യൂസിങ് ഹൈഡ്രജൻ ബ്രോമൈഡ്, ദെൻ ഓൺലി വി ക്യാൻ ഒബ്സർവ് പെറോക്സൈഡ് എഫക്റ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊപ്പീൻ്റെ കൂടെ ഹൈഡ്രജൻ ക്ലോറൈഡാണ് തരുന്നത് എന്ന് വിചാരിക്കുക. പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തുന്നു വിചാരിക്കുക. നിങ്ങൾ ആൻറ്റി മാർക്കോണിക്കോപ്സ് പ്രൊഡക്റ്റ് എക്സ്പെക്റ്റ് ചെയ്യരുത്. യു ഷുഡ് എക്സ്പെക്ട് ആൻറ്റി മാർക്കോണിക്കോപ്സ് പ്രൊഡക്റ്റ് ഓൺലി വെൻ യു ആർ യൂസിങ് HBr. ഓക്കെ. HBr ആൻഡ് ആൾസോ ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് HBr മാത്രം പെറോക്സൈഡ് എഫക്റ്റ് കാണിക്കുന്നുണ്ട്, ഹൈഡ്രജൻ ഫ്ലൂറൈഡും ഹൈഡ്രജൻ ക്ലോറൈഡും ഹൈഡ്രജൻ അയഡൈഡും ഒന്നും പെറോക്സൈഡ് എഫക്റ്റ് കാണിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മെക്കാനിസം ഓഫ് ദിസ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെക്കാനിസത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഓക്കെ. മെക്കാനിസം. ഈ മെക്കാനിസം പല സ്റ്റെപ്പുകളിലായിട്ടാണ് നടക്കുന്നത്. അതായത് പെറോക്സൈഡ് എഫക്റ്റ് ഓർ ആൻറ്റി മാർക്കോണിക്കോപ്സ് അഡിഷൻ ഓർ കരാഷ് എഫക്റ്റ്. ഓക്കെ. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോമോളിറ്റിക് ക്ലീവേജ് ഓഫ് ദ ഓക്സിജൻ ബോണ്ട് ഇൻ ദ പെറോക്സൈഡ്. ഓക്കെ. പെറോക്സൈഡിലുള്ള ഓക്സിജൻ ബോണ്ടിൻ്റെ ഹോമോളിറ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താ? സി, ദിസ് ഈസ് ദ പെറോക്സൈഡ്. ROR അല്ലേ? ദിസ് ഈസ് ദ പെറോക്സൈഡ്. ആൻഡ് ഹിയർ വി ഹാവ് ആൻ OO ബോണ്ട്. ഈ OO ബോണ്ട് ഹോമോളിറ്റിക് ആയിട്ട് ക്ലീവ് ചെയ്യുന്നു. ഹോമോളിറ്റിക് ക്ലീവേജ് മീൻസ് ഇവിടെ രണ്ട് ഓക്സിജനിടയിലും ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ ഓക്സിജൻ്റെ സൈഡിലേക്കും മറ്റേ ഇലക്ട്രോൺ ഈ അടുത്ത ഓക്സിജൻ്റെ സൈഡിലേക്കും മൂവ് ചെയ്യുന്നു. ഉണ്ടോ? ഇതിനെയാണ് നമ്മൾ ഹോമോളിറ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആരോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഉണ്ടോ? നമ്മൾ സാധാരണ ആരോ അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ ഇലക്ട്രോൺ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ എന്ന് കാണിക്കാനാണ് ഈ രീതിയിലുള്ള ആരോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. നമ്മൾ സാധാരണ ഇതുവരെയൊക്കെ പഠിച്ച മെക്കാനിസങ്ങളിലെല്ലാം കാണിച്ച ആരോ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു. അവിടെ എന്താണ്? എ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. 2 ഇലക്ട്രോൺ ആണ് അവിടെ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ആരോ കാണിക്കുന്നത് ഒരു സിംഗിൾ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിൽ ഒരെണ്ണം ഈ ഓക്സിജനിലേക്കും ഒരു ഇലക്ട്രോൺ മറ്റേ ഓക്സിജനിലേക്കും മൂവ് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് ഹോമോളിറ്റിക് ക്ലീവേജ്. സോ the oxygen bond in the peroxide undergo homolytic cleavage. അങ്ങനെ ഹോമോളിറ്റിക് ക്ലീവേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? വി വിൽ ഗെറ്റ് ഫ്രീ റാഡിക്കൽസ്. ഇവിടെ കിട്ടുന്ന ഫ്രീ റാഡിക്കൽ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, R, then single bond O, and in the oxygen we have a single electron. അല്ലേ? പെയർ ചെയ്യപ്പെടാത്ത ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നു. ഒരു സിംഗിൾ ഇലക്ട്രോൺ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ.
ഇങ്ങനെ സിംഗിൾ ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്യുന്ന സ്പീഷീസുകളെ നമ്മൾ റാഡിക്കലുകൾ എന്നാണ് വിളിക്കുന്നത്. റാഡിക്കൽസ്. ഓക്കെ, ഫ്രീ റാഡിക്കൽസ്. ഇവിടെ നമുക്ക് ഫ്രീ റാഡിക്കലാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഇവിടെ RO എന്ന് പറയുന്നത് എത്ര ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നുണ്ട് ഈ റിയാക്ഷനിൽ? 2 RO ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നു അല്ലേ. സോ the homolytic cleavage of the oxygen bond in peroxide gives the free radicals. In step 2, ഇപ്പോൾ സ്റ്റെപ്പ് 1 നമുക്ക് കിട്ടിയതാണ് ഫ്രീ റാഡിക്കൽസ്. ഇൻ സ്റ്റെപ്പ് 2 സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ദാണ്ട് ഇവിടെ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഫ്രീ റാഡിക്കൽ എന്താണെന്ന് അറിയാമോ? ഈ ഫ്രീ റാഡിക്കൽ ഹൈഡ്രജൻ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ദ ഫ്രീ റാഡിക്കൽ വിൽ അബ്സ്ട്രാക്ട് 1 hydrogen radical from hydrogen bromide. എങ്ങനെയാണെന്ന് നോക്കാം. See, we have the free radical RO, okay, RO free radical, and this will react with the hydrogen bromide HBr. ഇവിടെയുണ്ട്. ഈ HBrലും ഒരു ഹോമോളിറ്റിക് ക്ലീവേജ് നടക്കും. ഈ ഹോമോളിറ്റിക് ക്ലീവേജ് നടക്കുന്നത് ഈ ഫ്രീ റാഡിക്കലിൻ്റെ പ്രസൻസിലാണ്. ഓക്കെ, ആ ഫ്രീ റാഡിക്കലാണ് ഇതിൻ്റെ ഹോമോളിറ്റിക് ക്ലീവേജിന് വിധേയമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹോമോളിറ്റിക് ക്ലീവേജ് ചെയ്ത് നടന്ന് ഒരു ഇലക്ട്രോൺ ബ്രോമിൻ്റെ സൈഡിലേക്ക് പോകുന്നു. അപ്പം എന്താണ്? ഹൈഡ്രജനും ഒരു ഇലക്ട്രോണും ഉണ്ടല്ലേ, ഹൈഡ്രജനും ഒരു ഇലക്ട്രോൺ കിട്ടുന്നു. ആ ഹൈഡ്രജന് കിട്ടുന്ന ഒരു ഇലക്ട്രോൺ എന്താണെന്നറിയാമോ? ഓക്സിജൻ്റെ ഒരു ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നു. അത് ഞാൻ എന്താണ്ട് ഇങ്ങനെ വരച്ച് കാണിച്ചിരിക്കുകയാണേ. ഇങ്ങനെ വരച്ച് കാണിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓക്സിജനിൽ നിന്ന് വരുന്ന സിംഗിൾ ഇലക്ട്രോണും ഹൈഡ്രജനിൽ നിന്ന് വരുന്ന സിംഗിൾ ഇലക്ട്രോണും ആ ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും ഇടയിൽ ഷെയർ ചെയ്യപ്പെടുന്നു. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആയിട്ട് ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? വി വിൽ ഗെറ്റ് R, then O, then there is a shared pair of electron between hydrogen and oxygen. ഇവിടെ ഹൈഡ്രജൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഓക്സിജനും ഒരു ഇലക്ട്രോൺ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഇവിടെ വരുന്നു. എവിടെ? ഇൻ ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ദെൻ വി വിൽ ഗെറ്റ് ROH. അത് ഇത് പിന്നീട് ഒരു ഫ്രീ റാഡിക്കൽ ആയിരിക്കില്ല. ആ ഇലക്ട്രോണുകൾ പെയർ ചെയ്യപ്പെടുന്നത് മൂലം പിന്നീട് അത് ഫ്രീ റാഡിക്കൽ ആയിരിക്കില്ല. അത് ROH എന്ന് പറയുന്ന മോളിക്യൂളായിട്ട് മാറും. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് എ ഫ്രീ റാഡിക്കൽ, ബട്ട് എ ഫ്രീ റാഡിക്കൽ ഈസ് ബീങ് ലിബറേറ്റഡ് ഫ്രം ഹിയർ. നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു സിംഗിൾ ഇലക്ട്രോൺ ബ്രോമിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്തിരുന്നു. ഇതൊരു ഹോമോളിറ്റിക് ക്ലീവേജ് ആയിരുന്നു. ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ, സിംഗിൾ ഇലക്ട്രോൺ ബ്രോമിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്തതുകൊണ്ട് ഇറ്റ് വിൽ ബിക്കം ബ്രോമിൻ ഫ്രീ റാഡിക്കൽ അല്ലേ. അപ്പം നമുക്ക് ഒരു ബ്രോമിൻ റാഡിക്കൽ കൂടി കിട്ടുന്നു. Br റാഡിക്കൽ, ഒരു സിംഗിൾ ഇലക്ട്രോണിനെ ക്യാരി ചെയ്യുന്ന ബ്രോമിൻ ആറ്റം. ഓക്കെ, ദാറ്റ് ഈസ് എ ബ്രോമിൻ റാഡിക്കൽ. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണ് നമുക്ക് നോക്കാം. തേർഡ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റെപ്പ് 2 നിന്ന് ലിബറേറ്റ് ചെയ്യപ്പെട്ട ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടല്ലോ, ഈ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ നമ്മുടെ സബ്സ്ട്രേറ്റിനെ അറ്റാക്ക് ചെയ്യും. ഏതാ സബ്സ്ട്രേറ്റ്? ആൽക്കീനാണ് സബ്സ്ട്രേറ്റ് അല്ലേ. അപ്പം ഞാനിവിടെ സബ്സ്ട്രേറ്റ് ഒന്ന് എഴുതുകയാണ്. CH2 ഡബിൾ ബോണ്ട് CH3, ദാറ്റ് ഈസ് പ്രൊപ്പീൻ അല്ലേ. പ്രൊപ്പീനാണ് നമ്മുടെ സബ്സ്ട്രേറ്റ്. ഈ പ്രൊപ്പീനെ ആരാണ് അറ്റാക്ക് ചെയ്യുന്നത്? ബ്രോമിൻ ഫ്രീ റാഡിക്കലാണ് അറ്റാക്ക് ചെയ്തത്. ബ്രോമിൻ ഫ്രീ റാഡിക്കൽ അത് എവിടെ നിന്ന് ലിബറേറ്റ് ചെയ്ത് വന്നു? സെക്കൻഡ് സ്റ്റെപ്പിൽ നിന്ന് വന്ന ബ്രോമിൻ ഫ്രീ റാഡിക്കൽ. ഓക്കെ, എങ്ങനെ അറ്റാക്ക് ചെയ്യും? ഹിയർ ആൾസോ ദ പൈ ബോണ്ട് അണ്ടർഗോ ഹോമോളിറ്റിക് ക്ലീവേജ്. എവിടെയെല്ലാം ഫ്രീ റാഡിക്കൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു അവിടെയൊക്കെ ഹോമോളിറ്റിക് ക്ലീവേജ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൈ ബോണ്ടും ഹോമോളിറ്റിക് ക്ലീവേജിന് വിധേയമാകും, ഇങ്ങനെയാകും. ഓക്കെ, അതിനുശേഷം ഇവിടുത്തെ കാർബണിൻ്റെ ഒരു ഫ്രീ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഫ്രീ ഇലക്ട്രോണും ബ്രോമിൻ്റെ ഫ്രീ ഇലക്ട്രോണും തമ്മിൽ പെയർ ചെയ്യപ്പെടും. അതിനെ ഞാൻ ഇങ്ങനെ കാണിക്കുകയാണേ. ഇതാണ് കാർബണിൻ്റെ ഫ്രീ റാഡിക്കൽ, ഇത് ബ്രോമിൻ്റെ ഫ്രീ റാഡിക്കൽ. ഇത് രണ്ടും കൂടെ കാർബണിൻ്റെയും ബ്രോമിൻ്റെയും ഇടയിൽ, ഇത് കാർബണിലേക്ക് വന്നതെന്നല്ല ഇത് കാണിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി അത് കാണിച്ചു തരാം, കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ. ഓക്കെ, സി, സോ വി ഹാവ് ടു ഡ്രോ ലൈക്ക് ദിസ്. സി, ഇങ്ങനെ വരുന്നു. ഇവിടുത്തെ ഫ്രീ റാഡിക്കൽ ഉണ്ടോ? അതിനർത്ഥം ഈ രണ്ട് ഫ്രീ റാഡിക്കലും ഈ കാർബണിൻ്റെയും ബ്രോമിൻ്റെയും ഇടയിൽ
ഷെയർ ചെയ്യപ്പെട്ടു, ഒരു പെയറായി ഷെയർ ചെയ്യപ്പെട്ടു, രണ്ട് ഫ്രീ റാഡിക്കൽ അല്ല, രണ്ട് ഫ്രീ ഇലക്ട്രോണുകൾ കാർബണിൻ്റെയും ബ്രോമിൻ്റെയും ഇടയിൽ പെയറായി ഷെയർ ചെയ്യപ്പെട്ടു എന്നാണ് ഇത് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും പ്രൊഡക്റ്റ്? നമുക്കൊന്ന് എഴുതി നോക്കാം. ബ്രോമിനും കാർബണും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു, BrC അല്ലേ. കാരണം ഒരു ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ വന്നിരിക്കുകയാണ്, BrC. ദെൻ സിംഗിൾ ബോണ്ട് CH അല്ലേ, CH. ദെൻ ഇവിടെ CH2 ഉണ്ടേ, BrCH2, സിംഗിൾ ബോണ്ട് CH. ആ CHനകത്ത് എന്തുണ്ട്? ആ CHനകത്ത് ഒരു ഫ്രീ ഇലക്ട്രോൺ ഇരിപ്പുണ്ട് അല്ലേ, ഒരു ഫ്രീ ഇലക്ട്രോൺ, സിംഗിൾ ഇലക്ട്രോൺ ഇരിപ്പുണ്ട്. ആ സിംഗിൾ ഇലക്ട്രോൺ മൂലം ഇതൊരു റാഡിക്കൽ സെൻറ്റർ ആയിട്ട് മാറും. പിന്നെ ബാക്കി എന്തുകൂടിയുണ്ട്? ഒരു CH3 കൂടിയുണ്ട്. ഓക്കെ, സോ വി ഗെറ്റ് BrCH2 CH സിംഗിൾ ഇലക്ട്രോൺ ഓർ റാഡിക്കൽ CH3. ഓക്കെ, ഇതൊരു സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കലാണ്. Secondary alkyl radical. Why it is secondary alkyl radical? The radical center or radical carbon atom is attached to two other carbon atoms. So this is called a secondary alkyl radical. Okay, secondary alkyl radical. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ വന്ന് ആൽക്കീനിൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു മെത്തേഡ് മാത്രമാണ് കേട്ടോ. ഇനി മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ ഇതിനെ അറ്റാക്ക് ചെയ്യാം. സെക്കൻഡ് മെത്തേഡിൽ കൂടി വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം. നോക്കാം സെക്കൻഡ് മെത്തേഡിലൂടെ എങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്ന്. ഞാൻ ആദ്യം ആൽക്കീൻ വരയ്ക്കുകയാണ്. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, ദാറ്റ് ഈസ് ആൽക്കീൻ. നേരത്തെ റിയാക്ഷനിൽ ഈ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ വന്ന് അറ്റാക്ക് ചെയ്ത് ബോണ്ട് ഉണ്ടാക്കിയത് ഈ ഫസ്റ്റ് കാർബൺ ആറ്റത്തെയാണ് അല്ലേ. എന്നാൽ നമുക്ക് നേരെ തിരിച്ച് ചിന്തിക്കാം. ബ്രോമിൻ വന്ന് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണെന്നുള്ള രീതിയിൽ ചിന്തിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ, ഓക്കെ, ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഇവിടെ ഇരിക്കുന്നു. ഈ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഹോമോളിറ്റിക് ക്ലീവേജ് സംഭവിക്കും. ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് പോകും. ഇവിടുത്തെ കാർബൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോണും പിന്നെ ബ്രോമിൻ്റെ ഇലക്ട്രോണും തമ്മിൽ ഷെയർ ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? We will get CH2 radical center ആണത്, CH2. then single bond CH, അവിടെ ഒരു ബ്രോമിനുമായിട്ടൊരു പുതിയ ബോണ്ട് ഫോം ചെയ്യും. then we have a single bond CH3. okay, and what about this one? This is a primary alkyl radical. Primary alkyl radical. Primary alkyl radical. Primary alkyl radical. Primary alkyl radical because the radical center or radical carbon atom is attached to only one other carbon atom. Therefore, this is a primary alkyl radical. ഇപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ബ്രോമിൻ ഫ്രീ റാഡിക്കലിന് ആൽക്കീനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നത്. ഒരു രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കലും മറ്റൊരു രീതിയിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ പ്രൈമറി ആൽക്കൈൽ റാഡിക്കലുമാണ് ഫോം ചെയ്യുന്നത്. ഇതിനകത്ത് ഏതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ? Which one will be more stable? See, you know that secondary alkyl radicals are more stable than primary alkyl radicals. അല്ലേ? അപ്പോൾ ഇതാണ് കൂടുതൽ സ്റ്റേബിൾ, മോർ സ്റ്റേബിൾ, മോർ സ്റ്റേബിൾ. ഇത് ലെസ് സ്റ്റേബിൾ ആണ്, ലെസ് സ്റ്റേബിൾ. അപ്പോൾ രണ്ട് വഴിയുണ്ട്. അതിൽ ഒരെണ്ണം മോർ സ്റ്റേബിൾ ആയിട്ടുള്ള സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ വഴിയിൽ ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈമറി ആൽക്കൈൽ റാഡിക്കൽ ആയിരിക്കും ഫോം ചെയ്യുന്നത്. വിച്ച് വൺ വിൽ ബി ദ പ്രിഫേർഡ് വേ? ദ പ്രിഫേർഡ് പാത്ത് വിൽ ബി ദ വൺ വെയർ ദ മോർ സ്റ്റേബിൾ സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ ഈസ് ഫോംഡ്. അതുകൊണ്ട് തേർഡ് സ്റ്റെപ്പ് 3 പ്രൊസീഡ് ചെയ്യുന്നത് എപ്പോഴും ആണ്ട് ഫസ്റ്റ് രീതിയിലൂടെ ആയിരിക്കും, ഫസ്റ്റ് പാത്തിലൂടെ ആയിരിക്കും സ്റ്റെപ്പ് 3 പ്രൊസീഡ് ചെയ്യപ്പെടുന്നത് അല്ലേ. കാരണം അവിടെയാണ് മോർ സ്റ്റേബിൾ സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 4ലേക്ക് പോകുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? അതുകൊണ്ട് ഇവിടെ ഫോം ചെയ്ത ഈ സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കലിൽ നിന്ന് വേണം സ്റ്റെപ്പ് 4ലേക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 4ലേക്ക് പോകാം. സ്റ്റെപ്പ് 4. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 4ലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് 4ൽ എന്താ സംഭവിക്കുന്നത് അറിയുമോ? ദി സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ, ഓക്കെ,
നമുക്ക് സ്റ്റെപ്പ് 3യിൽ ഫോം ചെയ്ത സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ. സ്റ്റെപ്പ് 3യിൽ കണ്ടില്ലേ ഇവിടെ സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ ഫോം ചെയ്ത്. ദി സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ അറ്റാക്സ് അനദർ HBr, another hydrogen bromide molecule, and then it attracts, okay, ഈ ആൽക്കൈൽ റാഡിക്കൽ സെൻറ്റർ എന്തിനെ അട്രാക്ട് ചെയ്യുമെന്ന് അറിയാമോ? ഇറ്റ് അട്രാക്ട്സ് എ ഹൈഡ്രജൻ റാഡിക്കൽ. ഓക്കെ, എങ്ങനെയാണ് ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നതെന്ന് സ്റ്റെപ്പ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നേരത്തെ ഉള്ള സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ, ഞാൻ എടുക്കട്ടെ സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കലിനെ Br, ഓക്കെ, Br CH2 CH, ഓക്കെ, CH റാഡിക്കലാണ് അല്ലേ, റാഡിക്കൽ. ദെൻ CH3, ആ CH3 ഞാൻ ഇങ്ങോട്ട് എഴുതുന്നതിന് പകരം ഇങ്ങോട്ട് സൗകര്യപൂർവ്വം ഇങ്ങോട്ട് എഴുതുകയാണേ. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു CH3 ഇങ്ങനെ നീട്ടി എഴുതുമായിരുന്നു. ഞാൻ അങ്ങനെ എഴുതുന്നില്ല, എനിക്ക് മറ്റ് ഈ സ്റ്റെപ്പ് കുറേയും കൂടെ നന്നായിട്ട് എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഓക്കെ, സോ CH സിംഗിൾ ബോണ്ട് CH3 പ്ലസ് ഇതെന്തുമായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് അറിയാമോ? മറ്റൊരു HBr മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. HBr മോളിക്യൂൾ HBr. ഓക്കെ, ഇപ്പോൾ ഇതൊരു റാഡിക്കലാണ്. ഈ റാഡിക്കൽ HBroട്ട് ഫോം ചെയ്യുന്നു. തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ഹോമോളിറ്റിക് ക്ലീവേജ് സംഭവിക്കും അല്ലേ. അപ്പം ഒരു ഹോമോളിറ്റിക് ക്ലീവേജ് സംഭവിച്ച് ഒരു ബ്രോമിൻ ആറ്റത്തിലേക്ക് ഒരു സിംഗിൾ ഇലക്ട്രോൺ പോകുന്നു. രണ്ടാമത്തെ സിംഗിൾ ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് പോകുന്നു. ആ ഹൈഡ്രജൻ്റെ സിംഗിൾ ഇലക്ട്രോൺ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവിടുത്തെ കാർബണിൻ്റെ സിംഗിൾ ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, കാർബണിൻ്റെ സിംഗിൾ ഇലക്ട്രോണും ഹൈഡ്രജൻ്റെ സിംഗിൾ ഇലക്ട്രോണും കൂടെ ചേർന്ന് ഒരു പെയേർഡ് ഇലക്ട്രോണാക്കി ഷെയർ ചെയ്യും അവർ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് വരച്ച് കാണിക്കാം. ഈ സിംഗിൾ ഇലക്ട്രോൺ ദാണ്ടെ ഇങ്ങോട്ട് വരുന്നു, ഇവിടുത്തെ ഹൈഡ്രജൻ്റെ സിംഗിൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നു, രണ്ടുപേരും കൂടെ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെ ഇടയിൽ ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ ഒരു ബോണ്ട് കിട്ടും. എന്തായിരിക്കും? അല്ല, പുതിയൊരു മോളിക്യൂൾ കിട്ടും. എന്തായിരിക്കും അത്? Br CH2 then CH, ഓൾറെഡി ഉള്ള H ആണിത് അല്ലേ. അതുകൂടാതെ ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? മറ്റൊരു ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. ഇവിടുത്തെ ഹൈഡ്രജനുമായിട്ട് പുതിയൊരു ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. ഓക്കെ, ദിസ് ഹൈഡ്രജൻ അത് ഞാൻ പ്രത്യേകം എടുത്തെഴുതിയാണ് CH, ദെൻ നമ്മളുടെ CH3. ഓക്കെ, പ്ലസ് ആര് കൂടി ലിബറേറ്റ് ചെയ്യപ്പെടും? ഒരു ബ്രോമിൻ ഫ്രീ റാഡിക്കൽ അവിടെ നിന്ന് ലിബറേറ്റ് ചെയ്യപ്പെടും. ബ്രോമിൻ ഫ്രീ റാഡിക്കൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്താണ്? ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് എന്താണ്? Br CH2 CH2 CH3. അപ്പോൾ ഇത് ഏത് പ്രോഡക്റ്റാണ്? നമ്മളുടെ മൊത്തം റിയാക്ഷൻ എന്തായിരുന്നു? മൊത്തം റിയാക്ഷൻ നമ്മൾ കണ്ടതാണ് ആൽക്കീനിലേക്ക് അല്ലേ. ഇതായിരുന്നു റിയാക്ഷൻ. ദിസ് വാസ് ദ റിയാക്ഷൻ. CH3 CH ഡബിൾ ബോണ്ട് CH2 അതുപോലെ HBrമായിട്ട് പെറോക്സൈഡിൻ്റെ പ്രസൻസ് റിയാക്ട് ചെയ്യുന്നു. ബ്രോമിൻ എന്ത് ചെയ്യും? എൻഡ് കാർബണാറ്റത്തിലാണ് ആഡ് ചെയ്യപ്പെടുന്നത്. ഹൈഡ്രജൻ മിഡിൽ കാർബണാറ്റത്തിലും ആഡ് ചെയ്യും. ആൻറ്റി മാർക്കോണിക്കോപ്സ് റൂൾ അനുസരിച്ച് അല്ലേ. മാർക്കോണിക്കോപ്സ് റൂൾ ആയിരുന്നെങ്കിൽ ബ്രോമിൻ എവിടെ ആഡ് ചെയ്യണമായിരുന്നു? മിഡിൽ കാർബണാറ്റത്തിൽ ആഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ എഴുതിയ മെക്കാനിസത്തിൽ നിങ്ങൾ നോക്കിക്കേ, ബ്രോമിൻ എവിടെ ആഡ് ചെയ്യപ്പെട്ടതെന്ന്. ബ്രോമിൻ ആഡ് ചെയ്യപ്പെട്ടത് എൻഡ് കാർബണാറ്റത്തിലാണ്. ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെട്ടത് മിഡിൽ കാർബണാറ്റത്തിലാണ്. സോ ബ്രോമിൻ ഈസ് ആഡഡ് ടു ദാറ്റ് കാർബൺ ബെയറിംഗ് മാക്സിമം നമ്പർ ഓഫ് ഹൈഡ്രജൻ അല്ലേ. അതുകൊണ്ട് ഇത് ആൻറ്റി മാർക്കോണിക്കോപ്സ് പ്രോഡക്റ്റ് ആണ്. ആൻറ്റി മാർക്കോണിക്കോപ്സ് പ്രോഡക്റ്റ്. ആൻറ്റി മാർക്കോണിക്കോപ്സ് പ്രോഡക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ആൻറ്റി മാർക്കോണിക്കോപ്സ് പ്രോഡക്റ്റ് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. ഒരു പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ എന്തുകൊണ്ടാണ് ആൻറ്റി മാർക്കോണിക്കോപ്സ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതെന്ന് ഈ മെക്കാനിസത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 4-ൽ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ. ഇനി ലിബറേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇനി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിബറേറ്റ് ചെയ്യപ്പെട്ട ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടല്ലോ, ഈ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ വീണ്ടും അത് നമ്മളുടെ നമ്മുടെ ആൽക്കീനെ വീണ്ടും അറ്റാക്കി. നമ്മൾ സ്റ്റെപ്പ് 2-ൽ കണ്ടില്ലായിരുന്നു. സ്റ്റെപ്പ് 2-ൽ സ്റ്റെപ്പ് 3-ൽ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ സ്റ്റെപ്പ് 3-ലേക്ക് നോക്കുക. സ്റ്റെപ്പ് 3-ൽ എന്താ സംഭവിക്കുന്നത്? ആൽക്കീൻ ഈസ് അറ്റാക്ഡ് ബൈ ദ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ കിട്ടും. ആ സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ വീണ്ടും സ്റ്റെപ്പ് 4-ൽ
ഹൈഡ്രജൻ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും? സ്റ്റെപ്പ് 4ൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ സ്റ്റെപ്പ് 3യും സ്റ്റെപ്പ് 4ഉം ഓക്കെ. അപ്പോൾ സ്റ്റെപ്പ് 3യും സ്റ്റെപ്പ് 4ഉം പിന്നീട് റിപ്പീറ്റ് ചെയ്യപ്പെടും. കാരണം എന്താണ്? സ്റ്റെപ്പ് 4ൽ ഒരു ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. ആ ലിബറേറ്റ് ചെയ്യപ്പെട്ട ബ്രോമിൻ ഫ്രീ റാഡിക്കൽ വീണ്ടും ഒരു സ്റ്റെപ്പ് 3യെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. കേട്ടോ, സ്റ്റെപ്പ് 3 ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും എന്ത് വരും? സ്റ്റെപ്പ് 4 വരും. വീണ്ടും ഒരു ഫ്രീ റാഡിക്കൽ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. വീണ്ടും എന്ത് ചെയ്യും? അത് അടുത്ത ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്ത് വീണ്ടും സ്റ്റെപ്പ് 3 റിപ്പീറ്റ് ചെയ്യുന്നു. സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ കിട്ടുന്നു. എഗെയിൻ വി ഗെറ്റ് സ്റ്റെപ്പ് 4 ആൻഡ് ബ്രോമിൻ ഈസ് ലിബറേറ്റഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സ്റ്റെപ്പ് 3യും സ്റ്റെപ്പ് 4ഉം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകും അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ കേസിൽ സ്റ്റെപ്പ് 3യും സ്റ്റെപ്പ് 4ഉം സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് അല്ലേ? വൺസ് സ്റ്റെപ്പ് 4 ഫോം ചെയ്ത് അവിടുന്ന് ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ലിബറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റെപ്പ് 1ലേക്ക് പോകേണ്ട ആവശ്യമില്ല. വീണ്ടും അതിന് സ്റ്റെപ്പ് 3യെ അതിന് ഇനിഷ്യേറ്റ് ചെയ്യാം. സ്റ്റെപ്പ് 3 നടന്നു കഴിഞ്ഞാൽ ഉടനെ സ്റ്റെപ്പ് 4 നടക്കും. സ്റ്റെപ്പ് 4 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്റ്റെപ്പ് 3 നടക്കും. സ്റ്റെപ്പ് 4 നടക്കും. സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4 അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് സ്റ്റെപ്പ് 3യും സ്റ്റെപ്പ് 4ഉം അവിടെ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പുകളാണ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ട എവിടെയാണ്? പക്ഷേ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടത് സ്റ്റെപ്പ് 1ലും സ്റ്റെപ്പ് 2വിലാണ്. അത് പെറോക്സൈഡിലാണ് ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ടത് അല്ലേ? അപ്പം പെറോക്സൈഡിൽ ഇനിഷ്യേറ്റ് ചെയ്തു. സ്റ്റെപ്പ് 1ലും സ്റ്റെപ്പ് 2വിലുമായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. സ്റ്റെപ്പ് 3ലും സ്റ്റെപ്പ് 4ലുമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് ഞാൻ അടുത്ത സ്ലൈഡിലൊന്ന് എഴുതി കാണിക്കാം. സ്റ്റെപ്പ് 1 ആൻഡ് 2 ഈ രണ്ട് സ്റ്റെപ്പുകളുടെയും പ്രത്യേകത എന്താണ്? ദീസ് സ്റ്റെപ്സ് ആർ ഇനിഷ്യേഷൻ സ്റ്റെപ്സ് അല്ലേ? ഇനിഷ്യേഷൻ സ്റ്റെപ്സ്. And what about step 3 and step 4? Step 3 and 4, they are propagation steps. Okay, propagation steps. ഇനി ഇതെവിടെങ്കിലും പോയി ടെർമിനേറ്റ് ചെയ്യണ്ടേ? ഈ റിയാക്ഷൻ എങ്ങനെ ടെർമിനേറ്റ് ചെയ്യപ്പെടും? ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റെപ്പുകളാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ടെർമിനേറ്റ് ചെയ്യപ്പെടാൻ പല വഴികളാണുള്ളത്. നിങ്ങൾ നോക്കുക, ടെർമിനേറ്റ് ചെയ്യപ്പെടാൻ പല വഴികളെന്ന് പറഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന റാഡിക്കലുകൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ടെർമിനേറ്റ് ചെയ്യപ്പെടാം. ഫോർ എക്സാമ്പിൾ വി ക്യാൻ കൺസിഡർ സ്റ്റെപ്പ് 5. ഓക്കെ. സ്റ്റെപ്പ് 5. ഇവിടുത്തെ സ്റ്റെപ്പ് 5ൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നുണ്ടല്ലോ. ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തിട്ട് ആ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ സ്റ്റെപ്പ് 4ൽ ഫോം ചെയ്യുന്നു. സ്റ്റെപ്പ് 4ൽ ഫോം ചെയ്യുന്ന ബ്രോമിൻ ഫ്രീ റാഡിക്കലുകൾ. ഓക്കെ. സ്റ്റെപ്പ് 4ൽ മാത്രമല്ല ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നത്, സ്റ്റെപ്പ് 2വിലും ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നു. നിങ്ങൾ കണ്ടില്ലേ? സ്റ്റെപ്പ് 2വിൽ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റെപ്പ് 4ലും ബ്രോമിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ബ്രോമിൻ ഫ്രീ റാഡിക്കലുകൾ ഓക്കെ, ഇങ്ങനെയുള്ള രണ്ട് ബ്രോമിൻ ഫ്രീ റാഡിക്കലുകൾ ഓക്കെ, ദേ കമ്പൈൻ ടു ഫോം, അവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് ഓക്കെ, ദേ കമ്പൈൻ ടു ഫോം എ ബ്രോമിൻ മോളിക്യൂൾ. അതൊരു ബ്രോമിൻ മോളിക്യൂളായിട്ട് മാറും. BR ഓർ BR2. ഇതാണ് ഒരു ടെർമിനേഷൻ സ്റ്റെപ്പ്. വൺസ് ദിസ് ഹാപ്പൻ നോ മോർ പ്രൊപ്പഗേഷൻ വിൽ ഹാപ്പൻ അല്ലേ. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രൊപ്പഗേഷൻ നടക്കില്ല, ടെർമിനേഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. പിന്നീട് ആ റിയാക്ഷന് പ്രൊസീഡ് ചെയ്യാൻ കഴിയത്തില്ല, ബ്രോമിൻ മോളിക്യൂളായിട്ട് മാറും. പിന്നെ മറ്റൊരു ടെർമിനേഷൻ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 6 മറ്റൊരു ടെർമിനേഷൻ സ്റ്റെപ്പാണ്. നമ്മൾ നേരത്തെ കണ്ട ആൽക്കൈൽ റാഡിക്കൽ ഉണ്ടല്ലോ, നേരത്തെ കണ്ട ആൽക്കൈൽ റാഡിക്കൽ, അതായത് സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കലിനെ നമ്മൾ കണ്ടില്ലായിരുന്നു. BR CH2CH radical, then CH3. Okay, this is the secondary alkyl radical formed in step 3. ഈ സ്റ്റെപ്പ് 3യിൽ ഫോം ചെയ്യുന്ന സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ, അവരുടെ ഈ സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കലിന് മറ്റൊരു ബ്രോമിൻ ഫ്രീ റാഡിക്കലുമായിട്ട് കമ്പൈൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് BR CH2CH BR ബ്രോമിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ബ്രോമിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു, ദെൻ CH3.
ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇൻ ദിസ് വേ ആൾസോ ദ റിയാക്ഷൻ ക്യാൻ ബി ടെർമിനേറ്റഡ്. ഓക്കെ, ഇനി മറ്റൊരു പോസിബിലിറ്റി ഉണ്ട്, സ്റ്റെപ്പ് 7. ഓക്കെ, സ്റ്റെപ്പ് 7ലെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ ആൽക്കൈൽ, സെക്കൻഡറി ആൽക്കൈൽ റാഡിക്കൽ, ഓക്കെ, Br CH2 CH3, ഓക്കെ, ദാറ്റ് ഈസ് എ റാഡിക്കൽ. ഇങ്ങനെയുള്ള രണ്ട് റാഡിക്കലുകൾ, ഓക്കെ, കമ്പൈൻ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ CH3 റാഡിക്കൽ, ദെൻ CH2 ദെൻ Br. ഓക്കെ, ഇത് രണ്ടും ഒരേ മോളിക്യൂളാണ്, ഞാൻ തിരിച്ചു മറിച്ച് എഴുതിയത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള രണ്ട് റാഡിക്കലുകൾ they will react and form a molecule like Br CH2 CH3 single bond CH3 CH2 Br, ഇങ്ങനെ ഒരു മോളിക്യൂൾ ഫോം ചെയ്യും. ഓക്കെ, സോ ഇൻ ദിസ് വേ ആൾസോ ദ ടെർമിനേഷൻ ക്യാൻ ഹാപ്പൻ. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? റിയാക്ഷന് കണ്ടിന്യൂ ചെയ്യാനൊക്കത്തില്ല, റിയാക്ഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ഇതാണ് ഇതിൻ്റെ എൻറ്റയർ മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം പഠിച്ചതാണ് ഇതിൻ്റെ എൻറ്റയർ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കരാഷ് എഫക്റ്റ് അല്ലെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോഫ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൻ HBr reacts with an unsymmetrical alkene, when an HBr reacts with unsymmetrical alkene in the presence of a peroxide, okay, the anti-Markovnikov's addition will happen. It means that bromine atom of HBr will add to the carbon atom bearing maximum number of hydrogen atoms. So this is called a peroxide effect or a Karash effect, or in a sense we can call it as anti-Markovnikov's rule. Okay, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കാര്യത്തിൽ പഠിക്കാനുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു HCl, HI അതുപോലെ HF ഈ പറയുന്ന ഹൈഡ്രജൻ ഹാലൈഡുകൾ ഈ പെറോക്സൈഡ് എഫക്റ്റ് തരില്ല എന്ന് പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടാണ് പെറോക്സൈഡ് എഫക്റ്റ് തരില്ല എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.